മെട്രിക്സ് എന്ന മൊഡ്യൂളിൽ മെട്രിക്സ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിപ്പിക്കുകയാണ്. സോ ഫസ്റ്റ് മെത്തേഡായ ഇൻവേഴ്സ് മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. ആ ഇൻവേഴ്സ് മെത്തേഡും നമുക്ക് 15 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇവിടെ ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളാണ്. ഈ രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് ക്രാമേഴ്സ് റൂൾ എന്നാണ്. ഓക്കെ, സോ അപ്പോൾ ഹെഡിങ് ആയിട്ട് കൊടുത്തോ ക്രാമേഴ്സ് റൂൾ. ഗബ്രിയൽ ക്രാമർ എന്നൊരു മാത്തമെറ്റീഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന് ക്രാമേഴ്സ് റൂൾ എന്ന പേര് വന്നത്. നോക്കൂ, ഈ ക്രാമേഴ്സ് റൂൾ അനുസരിച്ചുള്ള പ്രോബ്ലം ഓൾറെഡി യൂണിവേഴ്സിറ്റി എക്സാമിന് 15 മാർക്കിനും 4 മാർക്കിനുമെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓൾറെഡി 15 മാർക്കിനും 4 മാർക്കിനും സ്ഥിരമായിട്ട് ഇതുവരെ വന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്രാമേഴ്സ് റൂൾ എന്തായാലും കാണും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രിക്സ് എന്ന മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഈ ക്രാമർ റൂള്. അപ്പോൾ ക്രാമേഴ്സ് റൂൾ ഇൻവേഴ്സ് മെത്തേഡിനേക്കാളും എളുപ്പമാണ്. ഞാൻ ഓൾറെഡി ഇൻവേഴ്സ് മെത്തേഡ് പഠിപ്പിച്ചല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പവും പെട്ടെന്ന് ചെയ്യാം. ബൈപ്പാസ് മെത്തേഡ് തന്നെ വിളിക്കുന്നത് തന്നെ. ബൈപ്പാസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് മെത്തേഡ് പോലെ അത്രയും സമയമെടുക്കത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഈ ക്രാമേഴ്സ് റൂൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ വഴി നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഇത്രേ കാണൂ. യൂണിവേഴ്സിറ്റി എക്സാമിന് ആകെ ഈ 4 ലൈൻ. യൂസിങ് ക്രാമേഴ്സ് റൂൾ സോൾവ് ദ ഇക്വേഷൻ. ഒരു 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. 15 മാർക്കാണ്. ഇത്രേ കാണൂ ക്വസ്റ്റ്യനിൽ. ജസ്റ്റ് ഈ ഒരു 4 ലൈൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആവും. 15 മാർക്കിൻ്റെ റേഞ്ച് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിളായിട്ട് നമുക്ക് 15 മാർക്ക് മേടിക്കാം. മാത്തമെറ്റിക്സ് അത്ര പാടൊന്നും ആയിരിക്കത്തില്ല. നല്ലപോലെ സ്കോർ ചെയ്യാം. മെട്രിക്സും മൊഡ്യൂൾ 1 ഒക്കെ നല്ലതുപോലെ പഠിച്ചാൽ മതി. ആദ്യത്തെ 2 മൊഡ്യൂൾ നല്ലതുപോലെ പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ക്വസ്റ്റ്യൻ നോക്കിക്കോ. യൂസിങ് ക്രാമേഴ്സ് റൂൾ സോൾവ് ദ ഇക്വേഷൻ. ഇക്വേഷൻ ഇതൊക്കെയാണ്. 2x - y + z = 3. നോക്കൂ, ഈ ഇക്വേഷനിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. 2x - y എന്ന് പറഞ്ഞാൽ -1y എന്നാണ്. വെറുതെ y, z, x എന്നൊക്കെ കൊടുത്താൽ അതിൻ്റെ ഒരു 1y 1z എന്നൊക്കെയാണ് അത് വിളിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x - 1y. ഈ 1 എടുത്ത് എഴുതാറില്ലെന്നേ ഉള്ളൂ, അവിടെ ഒരു 1 ഉണ്ട്, +1z. ഇങ്ങനെയാണ് ശരിക്കും ഈ ഇക്വേഷൻ വരേണ്ടത്. ഓക്കെ, അപ്പോൾ 2x - y + z = 3. അടുത്ത ഇക്വേഷൻ x പ്ലസ്, അവിടെ ഒരു 1 ഉണ്ട് കേട്ടോ, 1x എന്നുണ്ട്. അപ്പോൾ x + 4y + 3z = -3. അടുത്തത് 3x - 2y - 1z എന്നുണ്ട്. ഓക്കെ, സോ -z = 5. ഇങ്ങനെ 3 ഇക്വേഷൻ തന്നിട്ട് ഇതിനകത്ത് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? ക്രാമേഴ്സ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമാണെന്ന് വിചാരിക്കുക. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. 15 മാർക്കിൻ്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ മെത്തേഡിലെ പോലെ തന്നെ മെട്രിക്സുകൾ ക്രിയേറ്റ് ചെയ്യണം. 2 മെത്തേഡിലെയും ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയൊക്കെ തന്നെയാണ്. മെട്രിക്സുകൾ ക്രിയേറ്റ് ചെയ്യുക. 2x - y + z = 3 എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയേ. 2 ആദ്യത്തെ മെട്രിക്സിൽ, x അടുത്ത മെട്രിക്സിൽ. 2x ദെൻ -1, അതായത് -1y എന്നാണ് അവിടെ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ -1y എന്നവിടെ ഉണ്ട്. അപ്പോൾ -1 ഇവിടെ എഴുതുക, y അടുത്ത മെട്രിക്സ് ആയിട്ട് എഴുതുക, +z എന്ന് പറഞ്ഞാൽ +1z എന്നാണ്. ദാ 1 ഇവിടെ എഴുതുക, z ഇവിടെ എഴുതുക, = 3. അത് അടുത്ത മെട്രിക്സ്. ഓൾറെഡി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇക്വേഷനിൽ നിന്ന് മെട്രിക്സിലോട്ട് മാറ്റുന്നത് നിങ്ങളൊരു 4 or 5 തവണ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ശരിയായി വരത്തുള്ളൂ. 2x - 1y + 1z = 3 എന്ന് പറഞ്ഞാൽ 2 എന്നത് ആദ്യത്തെ മെട്രിക്സ് വരും. 2x എന്ന് പറയുമ്പോൾ x അടുത്ത മെട്രിക്സ് ആയിട്ട് വരും. -1y + 1z = 3. കണ്ട, ഇങ്ങനെയാണ് മെട്രിക്സ് വരുന്നത്. അപ്പോൾ ഇത് 3 മെട്രിക്സിലായിട്ട് പോകും. 2x കണ്ട, 2x - 1y + 1z = 3. ഇങ്ങനെയാണ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ഇക്വേഷൻ വരുമ്പോൾ 1x എന്നുണ്ട്. 1x + 4y + 3z = -3. കണ്ട, ഇങ്ങനെ എഴുതും. അടുത്ത റോയിലായിട്ട് 3x - 2y -1 എന്നുണ്ട് ഇവിടെ. -1z = 5. ഇങ്ങനെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. 2, 3, 4 തവണ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ഇതുപോലെ ഈ മെട്രിക്സ് ഇങ്ങനെ
ഈ 3 മെട്രിക്സ് ആക്കാൻ കുറേ സമയമെടുക്കും. നിങ്ങൾ പതുക്കെ എഴുതി നോക്കുക, വീണ്ടും വീണ്ടും മെട്രിക്സ് എഴുതി നോക്കുക. പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എങ്കിലേ പരീക്ഷയ്ക്ക് എളുപ്പമാവും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തത് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. സോ ഇവിടെ 3 മെട്രിക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ മെട്രിക്സിനെ എ എന്നും, രണ്ടാമത്തെ മെട്രിക്സിനെ എക്സ് എന്നും, ലാസ്റ്റ് മെട്രിക്സിനെ ബി എന്നും വിളിക്കുക. അത് കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ വിളിച്ചത്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് എക്സ് എന്ന മെട്രിക്സിലെ എക്സ്, വൈ, ഇസഡ് ഈ 3 വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എക്സ് എന്ന മെട്രിക്സിൻ്റെ അൺനോൺ വേരിയബിൾസ് കണ്ടുപിടിക്കണം, എക്സ്, വൈ, ഇസഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണേ എളുപ്പമുള്ള മെത്തേഡാണ്. ഇവിടെ നമ്മൾ എക്സ് ആദ്യം കണ്ടുപിടിക്കും, വൈ പിന്നെ കണ്ടുപിടിക്കും. ഇത് മൂന്ന് സ്റ്റേജിലായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കും, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലായിട്ട് വൈ കണ്ടുപിടിക്കും, അടുത്ത സ്റ്റെപ്പിലായിട്ട് ഇസഡ് കണ്ടുപിടിക്കും. അങ്ങനെ 3 തവണയായിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. സോ ആദ്യം നമുക്ക് എങ്ങനെയാണ് എക്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എക്സ് കണ്ടുപിടിക്കാൻ നോക്കുവാണ്. അതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ബുക്കിലോട്ട് എഴുത്. സ്റ്റെപ്പ് 1 ഇതുപോലെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്ന മെട്രിക്സ്, നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം. ഇവിടെ എല്ലാം ഡിറ്റർമിനൻറ്റിൻ്റെ മാത്രം കളിയാണ്. എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബുക്കിലോട്ട് സ്റ്റെപ്പ് 1 ഫൈൻഡ് ഔട്ട് ദ ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് എ. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മെട്രിക്സ് എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനൊക്കെ ഞാൻ കുറേ പഠിപ്പിച്ചതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, -20 എന്ന് തന്നെ വരും. ഈ തന്നിരിക്കുന്ന എ എന്ന മെട്രിക്സ് ഇറ്റ്സ് ജസ്റ്റ് എ 3/3 മെട്രിക്സ്. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, ഇതൊരു 3/3 മെട്രിക്സ് ആയിട്ട് കണ്ടാൽ മതി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചേ പറ്റൂ. ബുക്കിലത് ചെയ്യണം. മടി പിടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും മാത്സ് പഠിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളിൽ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ്സിൽ നല്ലപോലെ മാത്സ് അറിയാം. അവരോട് അസൂയ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അവർ നല്ലപോലെ വർക്കൗട്ട് ചെയ്തായി മാത്സ് ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അറിയാം എന്ന അഹങ്കാരത്തിൽ ഇരിക്കരുത്. ഇവിടെ അത് ചെയ്ത് നോക്കി അത് -20 ആക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചങ്ങ് മാറ്റുക, -20 എന്ന് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് കേട്ടോണേ. എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം അങ്ങ് മാറ്റിയിട്ട് അവിടെ ബി എന്ന മെട്രിക്സ് റീപ്ലേസ് ചെയ്യുക. ഒന്നുകൂടെ കേട്ടോണേ. എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം അങ്ങ് മാറ്റിയിട്ട് ആ ഫസ്റ്റ് കോളത്തിൽ ബി എന്ന മെട്രിക്സ് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു മെട്രിക്സ് കിട്ടും. അതാണ് സ്റ്റെപ്പ് 2 വരേണ്ടത്. റീപ്ലേസ് ദ ഫസ്റ്റ് കോളം ഓഫ് മെട്രിക്സ് എ വിത്ത് മെട്രിക്സ് ബി ആൻഡ് ഫൈൻഡ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദ ന്യൂ മെട്രിക്സ്. ഇതിനെ നമുക്ക് A1 എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ കേട്ടോടോ. എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ബി എന്ന മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോൾ ഈ കിട്ടിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് -20 എന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് ഒരു തവണ കൂടി ഒന്ന് പറയാം. നമുക്കിപ്പോൾ ഇവിടെ എ എന്ന മെട്രിക്സ് ഉണ്ട്, ബി എന്ന മെട്രിക്സ് ഉണ്ട്, എക്സ് ഉണ്ട്. എ ഉണ്ട്, എക്സ് ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചങ്ങ് മാറ്റുക. നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചങ്ങ് മാറ്റുക. അതായത് നമുക്ക് -20 എന്ന് കിട്ടും. എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് -20 എന്ന് കിട്ടും. 2 1 3 ഇത് കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 1. എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചങ്ങ് മാറ്റുക. അടുത്തത് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ, ആദ്യത്തെ എലമെൻറ്റ് എക്സ് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് നോക്കിക്കോ. എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം അങ്ങ് മാറ്റിയിട്ട് അവിടെ ബി എന്ന മെട്രിക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ 3 -3 5 എന്ന് വരും ഫസ്റ്റ് കോളം. 3 -3 5 എന്ന് വരും ഫസ്റ്റ് കോളം. അടുത്ത 2 കോളം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഈ മെട്രിക്സിനെ A1 എന്ന് വിളിക്കാം. ഇപ്പോൾ കിട്ടിയ മെട്രിക്സിനെ A1 എന്ന് വിളിക്കാം. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. അതും നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. അതും നമുക്ക് -20 തന്നെ കിട്ടും. ഇവിടെ അങ്ങനെ കിട്ടിയെന്നേ ഉള്ളൂ. മാത്തമെറ്റിക്കലി ഇവിടെയും അങ്ങനെ കിട്ടിയെന്നേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും അങ്ങനെ ഒരേ സെയിം ആവണമെന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും എ എന്ന മെട്രിക്സിന് -20, A1ന് -20, എപ്പോഴും അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഇവിടെ ഫോർച്ചുനേറ്റ്ലി അങ്ങനെ വന്നേ ഉള്ളൂ. അതാണ് ചെയ്ത് നോക്കണം. സോ A1ൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു -20. ഇനി എക്സ് കാണാനായിട്ട് നോക്കിക്കോ.
A1ൻ്റെ ഡിറ്റർമിനൻറ്റ്, അതായത് നമ്മൾ പുതുക്കിയെടുത്ത ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് ഇട്ടില്ലേ, അതാണ് A1. A1ൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ A എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് എക്സിൻ്റെ വാല്യൂ. ഇത്രയേ ഉള്ളൂ. എക്സ് കിട്ടി, ഇത്രയേ ഉള്ളൂ കേസ്. സോ A1ൻ്റെ ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ A എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് എക്സ് എന്ന് പറയുന്ന അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ. നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. ഇനി y കണ്ടുപിടിക്കുമ്പോൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. y കണ്ടുപിടിക്കുമ്പോൾ നോക്കിക്കോണേ, എ എന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം മാറ്റുക. y കണ്ടുപിടിക്കാനായിട്ടാണ്. എ എന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് അവിടെ നമ്മൾ ബി റീപ്ലേസ് ചെയ്യുക. ബാക്കി 2 കോളം സെയിം തന്നെ. അപ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം മാറ്റിയിട്ട് അവിടെ നമ്മൾ ബി എന്ന മെട്രിക്സിനെ റീപ്ലേസ് ചെയ്യുക. ദാ ഇങ്ങനെ വരും. സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യും. അപ്പോൾ ദാ A2 എന്ന മെട്രിക്സ് കിട്ടും. A2 ഈ രീതിയിൽ വരും. 3 - 3 5നെ രണ്ടാമത്തെ കോളത്തിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഇവിടെ ഡിറ്റർമിനൻ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അത് +20 എന്ന് വരും. ചെയ്ത് നോക്കണേ, അത് +20 എന്ന് വരും. അപ്പോൾ എങ്ങനെയായിരിക്കും y കണ്ടുപിടിക്കുന്നത്? A2, അതായത് ഇപ്പോൾ ഈ കണ്ടുപിടിച്ച പുതിയ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 20 ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ എപ്പോഴും എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതെപ്പോഴും അവിടെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ y കണ്ടുപിടിക്കാനായിട്ട് A2 എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻ്റ് -1 എന്ന് കിട്ടും. -1 എന്ന് കിട്ടും വൈയുടെ വാല്യൂ. ഓക്കെ, ഇനി അപ്പോൾ എങ്ങനെയായിരിക്കും z കണ്ടുപിടിക്കുന്നത്? z കണ്ടുപിടിക്കാൻ എ എന്ന മെട്രിക്സിൻ്റെ മൂന്നാമത്തെ കോളം ബി എന്ന മെട്രിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യുക. എ എന്ന മെട്രിക്സിൻ്റെ മൂന്നാമത്തെ കോളം ബി എന്ന മെട്രിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യുക. മൂന്നാമത്തെ കോളം ദാ തേർഡ് കോളം, മൂന്നാമത്തെ കോളം ബി എന്ന മെട്രിക്സ് എടുത്ത് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. A3, ഈ മെട്രിക്സിനെ A3 എന്ന് വിളിക്കാം. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി, 0 എന്ന് കിട്ടും. അപ്പോൾ Z എങ്ങനെ കണ്ടുപിടിക്കാം? A3യുടെ ഡിറ്റർമിനൻ്റ് 0 ഡിവൈഡഡ് ബൈ ഓൾവേസ് എയുടെ ഡിറ്റർമിനൻ്റ് -20. അപ്പോൾ 0 തന്നെ വരും. 0 ഡിവൈഡ് ബൈ -20 0 ആണ്. അപ്പോൾ എക്സ് 1 ആണ്, y -1 ആണ്, Z 0 ആണ്. ഇത്രയേ ഉള്ളൂ കേസ്. കഴിഞ്ഞു, 15 മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇങ്ങനെയാണോ, നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് AXB മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ തന്നെ 5-6 മാർക്ക് വീഴും. കാര്യം ഇത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഓക്കെ, എന്നിട്ട് എ എന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആദ്യമേ അങ്ങ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത എക്സ് കണ്ടുപിടിക്കാനായിട്ട് എ എന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുത്ത് കളഞ്ഞിട്ട് അവിടെ ബി കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ആ ഡിറ്റർമിനൻ്റ് ഡിവൈഡഡ് ബൈ നേരത്തെ കണ്ടുപിടിച്ച എയുടെ ഡിറ്റർമിനൻ്റ്. എപ്പോഴും ഡിനോമിനേറ്റർ എയുടെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. y എങ്ങനെ കണ്ടുപിടിക്കാം? y എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന മെട്രിക്സിൻ്റെ രണ്ടാമത്തെ കോളം ബി എന്ന മെട്രിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. എയുടെ ഡിറ്റർമിനൻ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. Z എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന മെട്രിക്സിൻ്റെ മൂന്നാമത്തെ കോളം ബി എന്ന മെട്രിക്സുമായിട്ട് റീപ്ലേസ് ചെയ്യുക. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ എയുടെ ഡിറ്റർമിനൻ്റ്. ആ കിട്ടുന്ന ആൻസറാണ് എക്സും വൈയും ഇസഡും. തീർന്നു. മോസ്റ്റ് പ്രോബബ്ലി ക്രാമേഴ്സ് റൂൾ ആയിരിക്കും മിക്കവാറും 15 മാർക്കിന് വരുന്നത്. 15-നും 4-നും 15-നും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രാമേഴ്സ് റൂൾ നല്ലതുപോലെ വർക്കൗട്ട് ചെയ്യുക. ഇൻഫാക്റ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മുഴുവൻ നല്ലതുപോലെ അങ്ങ് നോക്കുക. അതിൽ നമുക്ക് കുറേ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്രാമേഴ്സ് റൂൾ എന്ന ടോപ്പിക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാട്ടോ.